ഹായ് ഫ്രണ്ട്സ്, തൊടുപുഴ നഗരസഭാ ഭരണം LDF നിലനിർത്തി മുസ്ലിം ലീഗ് പിന്തുണയോടുകൂടി. അത്ഭുതപ്പെടേണ്ട, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മറ്റു പലയിടങ്ങളിലും UDFിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരികയാണ്. ഇത് അടുത്ത ദിവസം ഏറ്റുമാനൂര് ജോസഫ് ഗ്രൂപ്പിലെ വൈസ് ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാരാണ്. എന്ന് പറയാൻ ലോക്സഭാ ഇലക്ഷൻ മധുതൂവ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ UDF അതിന്റെ യഥാർത്ഥ തനി സ്വരൂപം പുറത്തെടുക്കുകയാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ലോക്സഭാ ഇലക്ഷനിൽ 20-ൽ 18 നേടിയെന്ന് കരുതി കേരളം തങ്ങളുടെ കയ്യിലാണ് എന്ന് കോൺഗ്രസ്സുകാർ നിഗളിക്കേണ്ട കാര്യമില്ല. ലോക്സഭാ ഇലക്ഷൻ വേറെ, നിയമസഭാ ഇലക്ഷൻ വേറെ, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വേറെ വേറെ. ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ BJP ജയിച്ചു കാണുവാൻ ആഗ്രഹമില്ലാത്തവരൊക്കെ കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്യും. അത് കോൺഗ്രസിനോട് പ്രിയം കൊണ്ടൊന്നുമല്ല, BJP വിരുദ്ധത കണ്ട. അല്ലെങ്കിൽ തന്നെ കേരളത്തിന്റെ മനസ്സ് BJP വിരുദ്ധമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഒറ്റപ്പെട്ട തൃശ്ശൂർ ഒഴിച്ചാൽ പൊതുവെ BJP വിരുദ്ധമാണ്. അത് മാറണമെങ്കിൽ പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരും. അതാണ് കോൺഗ്രസിന്റെ വിജയം. അതിലുമുപരി ലോക്സഭാ ഇലക്ഷനിൽ വെറും 3-4 MPമാർ മാത്രമുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അത് ജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് LDF ജയിക്കാത്തത് ലോക്സഭാ ഇലക്ഷനിൽ. ഒരുപക്ഷെ ഇത് പലയിടങ്ങളിൽ ആവർത്തിച്ചാൽ എന്ന് പറയാൻ മുസ്ലിം ലീഗ് ക്രമേണ ഇടതുപക്ഷത്തേക്ക് അടുക്കുകയാണെങ്കിൽ ഒരു മുന്നണി മാറ്റം പോലും അസംഭവ്യമല്ല. എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, അസംഭവ്യമല്ല. നമുക്കറിയാം, മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ പ്രധാന കാരണം അവരുടെ BJP വിരുദ്ധതയാണ്. പക്ഷേ കോൺഗ്രസിന്റെ BJP വിരുദ്ധത ക്രമേണ അരിഞ്ഞില്ലാതാവുകയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അങ്ങനെ വരുമ്പോൾ ആ മുന്നണി തുടരുവാൻ മുസ്ലിം ലീഗിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പിന്നെ BJP വിരുദ്ധ പ്രകടമാക്കുന്ന ഇടതുപക്ഷമേ അവർക്ക് ആശ്രയമുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഒരു സംശയവും വേണ്ട. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വന്നാൽ മൂന്നാമതും പിണറായി. അസംഭവ്യമൊന്നുമല്ല. നമുക്കറിയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഒരു ജനകീയ നേതാവായതുകൊണ്ടൊന്നുമല്ല. രാഷ്ട്രീയം കളിക്കാൻ അറിയാം, വേണ്ടവരെ കൂടെ കൂട്ടാൻ അറിയാം, എതിരാളികളെ വെട്ടിനിരത്താൻ അറിയാം. ആ രാഷ്ട്രീയ കൗടില്യം കൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രദാമോദർ എന്ത് ചെയ്യുന്നോ അത് തന്നെയാണ് കേരളത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ ചെയ്യുന്നത്. അതുകൊണ്ട് മുന്നണി സമവാക്യങ്ങളിൽ മാറ്റം ഉണ്ടായിക്കൂടുന്നില്ല. ഏതാണെങ്കിലും ഇത്തരം മാറ്റങ്ങൾ എവിടെ ചെന്നെത്തുമെന്ന് കാത്തിരുന്ന് കാണാം.